ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറിന്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെ നിങ്ങളുടെ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ CapCut അല്ലെങ്കിൽ ഒരു VN ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റീൽ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റീൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുള്ള ഒരു ഐഫോൺ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ചേഞ്ചിങ്ങിന്റെ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബൈക്ക് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ Pinterest ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലത്തെ ബൈക്കിന്റെ കാറിന്റെ ഒക്കെ ഒരുപാട് വാൾപേപ്പർ ഇമേജസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ബൈക്കിന്റെ റീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ അവിടെ ബൈക്ക് വാൾപേപ്പേഴ്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരുപാട് വാൾപേപ്പേഴ്സ് കിട്ടും ബൈക്കിന്റെ. അപ്പോൾ ഇതിൽ നിങ്ങളൊരു 6 വാൾപേപ്പർ ഇമേജസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ കാറിന്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ അതേപോലെ തന്നെ കാറിന് ബൈക്കിന് പകരം നിങ്ങൾ കാർ സെർച്ച് ചെയ്തിട്ട് 6 ഇമേജസ് നിങ്ങളുടെ കാറിന്റെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബൈക്കിന്റെ ഒരു 6 ഇമേജസ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ആയിട്ട് വേണ്ടത് 7 ഇമേജസ് ആണ് ഈ ഐഫോണിന്റെ വാൾപേപ്പറിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 7ാമത്തെ ഇമേജ് പറഞ്ഞാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഒരു വാൾപേപ്പർ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നാമതായിട്ട് ആഡ് ചെയ്യുന്ന വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ആ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇമേജ് നിങ്ങൾ 9:16 റേഷ്യോയിൽ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ചെയ്തിട്ടുള്ള ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ അതിലൊരു 7ാമത്തെ വാൾപേപ്പർ ഇമേജ് ആക്കി സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗൈസ് ഒരു വാൾപേപ്പർ മോഡൽ എല്ലാ ഒരു ടൈപ്പിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾപേപ്പറിലേക്ക് സെറ്റ് ചെയ്യേണ്ട 6 ഇമേജസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 6 ഇമേജസ് നിങ്ങളുടെ ഐഫോണിലേക്ക് നിങ്ങൾ ജസ്റ്റ് വാൾപേപ്പർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വാൾപേപ്പർ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആദ്യം നിങ്ങൾ ഒരു ഇമേജ് യൂസ് ആസ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് സൂമിംഗ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമേജ് ഒരു ഫുൾ സ്ക്രീൻ ആയിട്ട് മേൽഭാഗം ഒരു ബ്ലർ ആയിട്ട് കിട്ടും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിന്റെ ഫോണ്ട് സ്റ്റൈലും കളർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നുകൂടി നിങ്ങളുടെ ഒരു വാൾപേപ്പർ മോഡലിന്റെ ഇമേജ് ഒന്നുകൂടി നൈസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഇത് നേരെ നിങ്ങളുടെ ഐഫോണിന്റെ ഒരു വാൾപേപ്പർ ആക്കിയിട്ട് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ആക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു എല്ലാ ഇമേജസും നിങ്ങൾ വാൾപേപ്പർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വാൾപേപ്പർ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വാൾപേപ്പറിന്റെ ഓർഡറിൽ ഏറ്റവും ലാസ്റ്റ് നിന്ന് 2ാമത്തെ വാൾപേപ്പറിന്റെ ഇമേജിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 7 വാൾപേപ്പറാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആ 7ാമത്തേത് കഴിഞ്ഞിട്ട് 6ാമത്തെ വാൾപേപ്പർ ഇമേജ് ആക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം. അപ്പോൾ 6ാമത്തേത് ആ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്ത് പിന്നെ 7ാമത്തെ സാധാരണ നമ്മൾ Pinterest ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ വാൾപേപ്പർ ആക്കി കൊടുക്കുക. അപ്പോൾ 1 2 3 4 5 വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് പിന്നെ 6ാമത്തേത് നമ്മൾ വീഡിയോ സ്ക്രീൻഷോട്ട് അടിച്ചുള്ളത് 7ാമത്തേത് പറഞ്ഞാൽ നമ്മൾ വീണ്ടും Pinterest ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് നിങ്ങൾ വാൾപേപ്പർ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ഓർഡർ എങ്ങനെയെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇതേപോലെ ഒരു ട്രാൻസിറ്റ് നമ്മുടെ ഐഫോണിന്റെ വാൾപേപ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന്റെ ചെറിയൊരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒന്ന് ഓൺ ആക്കി അതിന്റെ ഷട്ടർ നിങ്ങൾ താഴ്ത്തി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡർ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ വാൾപേപ്പർ ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത വാൾപേപ്പർ നിങ്ങളുടെ ഒരു സ്ലൈഡ് ആയിട്ട് കാണും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് 1ാമത്തെ ഒരു വാൾപേപ്പറിന്റെ ഇമേജിന്റെ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാൾപേപ്പർ ഇങ്ങനെ സൈഡിലേക്ക് നിങ്ങൾ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റ് സ്ലൈഡ് വരെ എത്തിയിട്ട് നിങ്ങൾ ജസ്റ്റ് അതിൽ 5ാമത്തെ നമ്മളൊരു വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച ഇമേജിനെ അങ്ങോട്ടൊന്ന് ജസ്റ്റ് പിന്നേക്ക് തന്നെ സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് വാൾപേപ്പർ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ആക്കിയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അപ്പോൾ ഒന്നുകൂടി കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 1ാമത്തെ വാൾപേപ്പറിനെ അവിടെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഓരോ സ്ലൈഡ് ആക്കിയിട്ട് നിങ്ങൾ വാൾപേപ്പർ സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഒരു സ്ലൈഡ് ഇമേജിൽ നിന്ന് ജസ്റ്റ് അതിന് മുമ്പത്തെ സ്ലൈഡിലേക്ക് വന്നിട്ട് നമ്മളൊരു വീഡിയോന്റെ സ്ക്രീൻഷോട്ട് അടിച്ച ഇമേജിന്റെ വാൾപേപ്പർ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള പണിയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആക്കിയിട്ട് നേരെ നമ്മുടെ CapCutലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ CapCutലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VN ഇൻഷോട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ആക്കിയിട്ടുള്ള വീഡിയോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ക്രീൻ റെക്കോർഡർ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ നിങ്ങളൊരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കാറിൻ്റെ ആണോ ചെയ്യുന്നത് നിങ്ങൾ അതിൻ്റെ ക്ലിപ്സ് നിങ്ങളൊരു 5 അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒന്നാമതായിട്ട് ആഡ് ചെയ്യേണ്ട വീഡിയോ ക്ലിപ്പ് പറയുന്നത് നമ്മൾ നേരത്തെ വാൾപേപ്പറിനായിട്ട് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങളിതിൽ 1ാമത്തെ ക്ലിപ്പായിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന റേഷ്യോ 9:16 സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്ക്രീൻ റെക്കോർഡർ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒരു 9:14 ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്സ് കാര്യങ്ങളുടെ ഒക്കെ ഡ്യൂറേഷൻ ആ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്ക്രീൻ റെക്കോർഡർ വീഡിയോന്റെ ഡ്യൂറേഷൻ പറയുന്നത് 5.9 സെക്കൻഡാണ്. അപ്പോൾ ഈ 5.9 സെക്കൻഡിൽ കറക്റ്റ് നമ്മൾ സ്ലൈഡും വരണം. പിന്നെ നമ്മൾ വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ആ വാൾപേപ്പർ നമ്മുടെ ഫോണിലേക്ക് ആയി വരുന്ന ഫുൾ ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ഭാഗം ഈ 5.9 സെക്കൻഡിൽ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടണം.
അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ 5.9 സെക്കൻഡ് ഡ്യൂറേഷൻ ആക്കി കൊടുക്കുക കറക്റ്റ് ഓർഡറിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ ഒരു വരുന്നതിൽ ആ ഒരു ഫുള്ളാക്കി വരുന്ന ഭാഗത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് നിങ്ങൾ കൂട്ടേ കുറക്കുക നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്പീഡ് ഒന്ന് ഒരു 1.5 സെക്കൻഡ് ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്നാലും എനിക്ക് കറക്റ്റായിട്ട് ഒരു 5.9 സെക്കൻഡ് വരുമ്പോഴത്തേന് ആ ഒരു വാൾപേപ്പർ നമ്മുടെ ഫോണിലേക്ക് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഗൈസ് ഞാനിവിടെ കറക്റ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റ് ഒരു 5.9 സെക്കൻഡിൻ്റെ ഉള്ളിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ലൈഡ് വരുന്നത് ഒരു വാൾപേപ്പർ ആയിട്ട് മാറുന്നതൊക്കെ കറക്റ്റായിട്ട് ഒരു 5.9 സെക്കൻഡിൻ്റെ ഉള്ളിൽ പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ബൈക്കിൻ്റെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലാസ്റ്റത്തെ വാൾപേപ്പറിൻ്റെ ഒരു ബൈക്കിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് സൂം ചെയ്തിട്ട് കറക്റ്റ് ആ രണ്ട് ബൈക്കിൻ്റെയും സൈസ് ഒരേപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വാൾപേപ്പറിൻ്റെ ഇമേജത്തെ ബൈക്കിൻ്റെ സൈസും നമ്മുടെ ഒറിജിനൽ വീഡിയോ ക്ലിപ്പിൻ്റെ ബൈക്കിൻ്റെ സൈസും. അപ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാൾപേപ്പർ അനുസരിച്ച് സെറ്റ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് സ്ലോമോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സ്ലോമോസ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി ഒരു നൈസ് ആയിട്ട് സ്ലോമോ അതിലുള്ളതുകൊണ്ട് ഞാൻ സ്ലോമോ കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് സ്ലോമോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ സ്ലോമോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എത്രയാണ് ഡ്യൂറേഷൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞു ആ ഒരു ബൈക്കിൻ്റെ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ 3.1 സെക്കൻഡ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വീഡിയോ ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ 1.5 ആക്കി കൊടുക്കുക. പിന്നെ 3.1 സെക്കൻഡ് ആക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് വീഡിയോന്റെ ഡ്യൂറേഷൻ കറക്റ്റ് മ്യൂസിക് എൻജോയ് ചെയ്യാൻ അനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ട് മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ മ്യൂസിക്കിന്റെ ബീറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ വീഡിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഏകദേശം ഇവിടെ എഡിറ്റിംഗ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ വല്ല എഫക്ട്സ് അതുപോലെ എക്സ്ട്രാ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബൈക്കിന്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നൈസ് റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ ആ റീലിന്റെ ട്യൂട്ടോറിയൽ നമ്മുടെ വീഡിയോന്റെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ വല്ല എഫക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അതും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.